ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഏർലി ബ്രോൺസ് ആൻഡ് അയൺ ഏജ് സിവിലൈസേഷൻസ് പറയുന്ന സബ്ജക്റ്റാണ്. ആദ്യത്തെ ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഇതിൽ ദ ബ്രോൺസ് ഏജ് എന്താണ്, ബ്രോൺസ് ഏജ് ആൾസോ എന്താണ് അയൺ ഏജ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് എന്തായാലും എന്താണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യാം. ദ ബ്രോൺസ് ഏജ് മാർക്ക്ഡ് ദ ഫസ്റ്റ് ടൈം ഹ്യൂമൻ സ്റ്റാർട്ട് ടു വർക്ക് വിത്ത് മെറ്റൽ. മനുഷ്യൻ ആദ്യമായിട്ട് മെറ്റൽ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയത് ദ ബ്രോൺസ് ഏജിലാണ്. ബ്രോൺസ് ഏജ് മീൻസ് വെങ്കല യുഗത്തിലാണ്. ബ്രോൺസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് സൂൺ റീപ്ലേസ്ഡ് ഏർലിയർ സ്റ്റോൺ വേർഷൻസ്. ഓൾറെഡി കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വെപ്പൺസിനെയും അതുപോലെ തന്നെ ടൂൾസിനെയും ബ്രോൺസ് റീപ്ലേസ് ചെയ്തു, അതിന് പകരമായിട്ട് വന്നു. ആൻഷ്യന്റ് സുമേറിയൻസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് may have been the first people to enter the Bronze Age. ബ്രോൺസ് ഏജിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ ജനവിഭാഗം ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആൻഷ്യന്റ് സുമേറിയൻസ് ആണ്. ഹ്യൂമൻസ് മെയ്ഡ് മെനി ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിൽ വെങ്കല യുഗത്തിൽ മനുഷ്യൻ ഒരുപാട് ടെക്നോളജിക്കൽ കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും നടത്തി. ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് റൈറ്റിംഗ് സിസ്റ്റംസ്. ആദ്യമായിട്ട് മനുഷ്യൻ റൈറ്റിംഗ് സിസ്റ്റം, എഴുതുന്ന സിസ്റ്റം കണ്ടെത്തുന്നത് ബ്രോൺസ് ഏജിലാണ്. ആൻഡ് ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ. ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള വീൽ കണ്ടെത്തുന്നതും ഈ പറയുന്ന ബ്രോൺസ് ഏജിലാണ്. ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ദ പാർട്സ് ഓഫ് ഏഷ്യ, ദ ബ്രോൺസ് ഏജ് ലാസ്റ്റഡ് ഫ്രം റഫ്ലി 3300 BC to 1200 BC. ഏഷ്യ, അതേപോലെ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ്, അവിടങ്ങളിലൊക്കെ ബ്രോൺസ് ഏജ് നീണ്ടു നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 3300 മുതൽ 1200 വരെയാണ്. ശ്രദ്ധിക്കേണ്ടത് BC ആണ്. Ending abruptly with the near simultaneous collapse of several prominent Bronze Age civilizations. അത് പിന്നെ 1200 കൂടി ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബ്രോൺസ് ഏജ് അവസാനിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഹ്യൂമൻസ് മേ ഹാവ് സ്റ്റാർട്ടഡ് സ്മെൽറ്റിംഗ് കോപ്പർ ആസ് ഏർലി 6000 BC. മനുഷ്യൻ 6000 BC മുതലാണ് കോപ്പർ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങുന്നത്, കോപ്പർ സ്മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇൻ ദ ഫെർട്ടൈൽ ക്രസന്റ്, എ റീജിയൻ ഓഫൺ കാൾഡ് ദ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ. ദ ഫെർട്ടൈൽ ക്രസന്റ് എന്നറിയപ്പെടുന്ന റീജിയൻ, അതാണ് ദ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ മടിത്തട്ടിൽ എന്നറിയപ്പെടുന്ന ഫെർട്ടൈൽ ക്രസന്റ്. ഈ ഫെർട്ടൈൽ ക്രസന്റ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ പാലസ്തീൻ, സിറിയ, ഇസ്രായേൽ, ആ ഒരു മിഡിൽ ഈസ്റ്റിലെ ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് ഫെർട്ടൈൽ ക്രസന്റ് എന്നറിയപ്പെടുന്നത്. അവിടെ ഒരു 6000 BC-യിലൊക്കെയാണ് ഈ പറയുന്ന പിന്നെ കോപ്പർ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് ദ ഹിസ്റ്റോറിക്കൽ ഏരിയ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് വേർ ദ അഗ്രികൾച്ചർ ആൻഡ് ദ വേൾഡ് ഫസ്റ്റ് സിറ്റീസ് എമർജ്. ഇവിടെ തന്നെയാണ് പിന്നെ അഗ്രികൾച്ചറും അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ സിറ്റികളൊക്കെ, ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള സിറ്റികളൊക്കെ ഉദയം ചെയ്യുന്നതും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ്. ആൻഷ്യന്റ് സമർ മേ ഹാവ് ബീൻ ദ ഫസ്റ്റ് സിവിലൈസേഷൻ ടു സ്റ്റാർട്ട് ആഡിങ് ടിൻ ടു ദ കോപ്പർ. അതായത് കോപ്പറിനോട് ടിന്ന് ആഡ് ചെയ്യുമ്പോഴാണ് ബ്രോൺസ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ജനവിഭാഗം ആരെന്ന് ചോദിച്ചാൽ ആൻഷ്യന്റ് സുമറാണ്. അത് ഞാൻ ഒന്നുകൂടി പറയാം, ടിന്ന് കോപ്പറുമായി മിക്സ് ചെയ്തിട്ടാണ് ബ്രോൺസ് ഉണ്ടാക്കുന്നത്. അത്തരത്തിൽ ആദ്യമായിട്ട് ബ്രോൺസ് നിർമ്മിച്ച ജനവിഭാഗം ആരെന്ന് ചോദിച്ചാൽ ആൻഷ്യന്റ് സമർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആൻഷ്യന്റ് സുമർ എന്നൊക്കെ വിളിക്കുന്ന സിവിലൈസേഷനാണ്. ബ്രോൺസ് വാസ് ഹാർഡർ ആൻഡ് മോർ ഡ്യൂറബിൾ ദാൻ ദ കോപ്പർ. കോപ്പറിനേക്കാൾ ഹാർഡായിട്ടുള്ളതും കൂടുതൽ സമയം നിൽക്കുന്നതുമായിട്ടുള്ള ഒരു മെറ്റൽ ആണ്, കോപ്പറിനേക്കാൾ കൂടുതൽ സമയം നിൽക്കുന്ന ഒരു മെറ്റലാണ് ബ്രോൺസ്. വിച്ച് മേഡ് ദ ബ്രോൺസ് എ ബെറ്റർ മെറ്റൽ ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ്. അപ്പോൾ ഈ ടൂൾസ് ഉണ്ടാക്കാനും വെപ്പൺസ് ഉണ്ടാക്കാനൊക്കെ ബെറ്റർ ആയിട്ടുള്ള
മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രോൺസ് തന്നെയാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് സജസ്റ്റ് ദാറ്റ് ദ ട്രാൻസിഷൻ ഫ്രം കോപ്പർ ടു ബ്രോൺസ് ടുക്ക് പ്ലേസ് അറൗണ്ട് 3300 BC. അപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസസ്, പുരാവസ്തു ഗവേഷകരുടെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ബ്രോൺസ് ഏജ്, കോപ്പർ ഏജിൽ നിന്നും ബ്രോൺസ് ഏജിലേക്കുള്ള മാറ്റം സംഭവിക്കുന്നത് 3300 BC-യിലാണ്. ദ ഇൻവെൻഷൻ ബ്രോൺസ് ബ്രോട്ട് ആൻ എൻഡ് ടു ദ സ്റ്റോൺ ഏജ്. അങ്ങനെ ഈ ബ്രോൺസിന്റെ കണ്ടെത്തലോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സ്റ്റോൺ ഏജിന്റെ കാലഘട്ടം അവസാനിച്ചു. ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഡൊമിനേറ്റഡ് ബൈ ദ യൂസ് ഓഫ് ദ സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പണറി. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഡൊമിനേറ്റ് ചെയ്യുന്നത് യൂസ് ഓഫ് സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പണറി, അല്ലേ, കല്ലിൻ്റെ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ്. ഡിഫറെൻറ്റ് ഹ്യൂമൻ സൊസൈറ്റീസ് എൻഡേഡ് ദ ബ്രോൺസ് ഏജ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങൾ ബ്രോൺസ് ഏജിലേക്ക് പ്രവേശിക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. ഉദാഹരണത്തിന് സിവിലൈസേഷൻസ് ഇൻ ഗ്രീസ് ബിഗാൻ വർക്കിംഗ് വിത്ത് ബ്രോൺസ് ബിഫോർ 3000 BC. ഗ്രീസിലെ 3000 BC-ക്ക് മുമ്പാണ് പിന്നെ ഈ പറയപ്പെടുന്ന ബ്രോൺസ് ഏജിലേക്കുള്ള പ്രവേശനം. വൈൽ ദ ബ്രിട്ടീഷ് ഇസ്രായേൽസ് ആൻഡ് ചൈന എൻഡേഡ് ദ ബ്രോൺസ് ഏജ് അറൗണ്ട് 190 BC ആൻഡ് 160 BC. അപ്പോൾ പറയപ്പെട്ടുള്ള ഗ്രീസ് 1900-ലാണ് ഈ പറയുന്ന ബ്രോൺസ് ഏജിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ബ്രിട്ടൻ അടങ്ങുന്ന ബ്രിട്ടീഷ് ഇസ്ലേ പ്രവേശിക്കുന്നത് 1600 BC-യിലുമാണ്. The Bronze Age was marked by the rise of states or kingdoms. വെങ്കലയുഗത്തിലാണ് ഈ പറയപ്പെട്ട റൈസ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ കിണ്ടത്തിൻ്റെയും രാജാക്കന്മാരുടെ രാജ്യപ്രദേശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ലാർജ് സ്കെയിൽ സൊസൈറ്റീസ് ജോയിൻ അണ്ടർ എ സെൻട്രൽ ഗവൺമെൻറ് ബൈ പവർഫുൾ റൂളർ. അപ്പോൾ ഒരു പവർഫുൾ റൂളറിൻ്റെ കീഴിൽ, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ട് കുറേ സമൂഹങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ബ്രോൺസ് ഏജ് സ്റ്റേറ്റ്സ് ഇൻട്രാക്റ്റഡ് വിത്ത് ഈച്ച് അതർ ത്രൂ ട്രൈഡ്. ബ്രോൺസ് ഏജ് സ്റ്റേറ്റുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് ട്രേഡ് മുഖേനയാണ്, കച്ചവടം മുഖേനയാണ്. അതുപോലെ തന്നെ വാർഫെയർ, മൈഗ്രേഷൻ ആൻഡ് ദ സ്പ്രെഡ് ഓഫ് ഐഡിയാസ്, അതിലൂടെയൊക്കെയാണ് ഈ പറയുന്ന പിന്നെ ബ്രോൺസ് ഏജ് സ്റ്റേറ്റുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത്. പ്രൊമിനൻ്റ് ബ്രോൺസ് ഏജ് കിങ്ഡംസ് ഇൻക്ലൂഡഡ്. പ്രധാനപ്പെട്ട ബ്രോൺസ് ഏജ് കിങ്ഡം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സുമർ ആൻഡ് ബാബിലോണിയൻ ഇൻ മെസപ്പൊട്ടോമിയ ആൻഡ് ഏതൻസ് ഇൻ ആൻഷ്യൻ്റ് ഗ്രീസ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ബ്രോൺസ് ഏജിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ, കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്, രാജ്യങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ ഒന്ന് സുമറാണ്, മറ്റൊന്ന് ബാബിലോണിയാണ്. ഇത് രണ്ടും മെസപ്പൊട്ടോമിയയിലും പിന്നീട് ഏതൻസ് ആണ്, അത് ആൻഷ്യൻ്റ് ഗ്രീസിലുമാണ്. ദ ബ്രോൺസ് ഏജ് എൻഡഡ് അറൗണ്ട് 1200 BC. 1200 BC-യോടുകൂടെ ബ്രോൺസ് ഏജ് അവസാനിക്കുന്നു. വെൻ ഹ്യൂമൻസ് ബിഗാൻ ടു ഫോർജ് ആൻ ഈവൻ സ്ട്രോങ്ങർ മെറ്റൽ, അയേൺ. അങ്ങനെ 1200 കൂടി പൊതുവെ മനുഷ്യൻ അയേൺ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റല് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Goodbye. Okay.